എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി. ഈ മൊബൈലൊക്കെ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞ അതിപ്പോ ആരാണെങ്കിലും ചെയ്യും. 1,50,000 രൂപന്റെ ഫോണാണ് ഞാൻ ഒന്നും ചോദിക്കാണ്ട് വാങ്ങിയിരിക്കുന്നത്. അത് അമ്മേനെ വാക്ക് കേട്ടിട്ട്. അച്ഛനെ ശരിക്കും ഫോൺ കൊടുക്കണ്ടായിരുന്നു. അമ്മ അത്ര നിർബന്ധിച്ചുകൊണ്ട് അച്ഛന് ഞാൻ എന്റെ പുതിയ ഫോൺ കൊടുത്തത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. നീ എന്താ ചിന്തിക്കാൻ കഴിവില്ലാതെ പിള്ളേർ സംസാരിക്കുന്നത്? അപ്പൊ നിങ്ങളല്ലാണ്ട് അച്ഛനമ്മയൊക്കെ ആരാ നോക്കുക? ഈ ചെറിയ ചെറിയ കാര്യത്തിന് പോലും അവൻ കണക്ക് പറഞ്ഞു തുടങ്ങിയില്ലേ? അതും കേട്ട് നീയൊക്കെ ഫോൺ എടുത്തു കൊടുത്താലോ? നിനക്ക് എത്ര എന്റെ വിവരം? അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. 3-4 മാസം മുമ്പ് ഞാൻ ഒരു ഫോൺ വാങ്ങിയത്. പിന്നെയും വാങ്ങിയതിൽ ആരാണെങ്കിലും പറയില്ലേ. കടയിൽ ഇപ്പൊ പഴയ പോലെ കച്ചവടമൊന്നും ഇല്ല. പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക പൈസക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ കാര്യം പോയി പറയുന്നത്. ഇപ്പൊ നിങ്ങളെ സഹായിച്ചിട്ട് എനിക്ക് എന്താണെന്നറിയാൻ പറ്റിയത്? എന്റെ ചെലവിലുള്ള പൈസ മാത്രം തരൂ. മക്കളെ കാര്യം ഏട്ടൻ നോക്കിക്കോളാം. എനിക്ക് കിട്ടുന്ന പൈസ ഇല്ലാണ്ടായി. അതാ അപ്പൊ സംഭവിച്ചത്. നീ എന്തിനീ പേടിച്ച് നിൽക്കുന്നത്? നീ അവന്റെ ഭാര്യയല്ലേ, അല്ലാതെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ലാലോ. അധികം കളിച്ചിട്ടുണ്ടെങ്കിലേ ബന്ധം ഒന്ന് വേണ്ടാന്ന് വെക്കണം. മാസം അപ്പൊ നിനക്ക് മക്കൾക്ക് നല്ല പോലെ ചെലവിന് കിട്ടും, ലക്ഷങ്ങള്. എന്തിനിപ്പോ നക്കാപ്പിച്ച് വാങ്ങിട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യം? പിന്നെ ഈ ചെറിയ കാര്യത്തിനാണല്ലോ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത്. വേറെ ആരുമല്ല, എന്റെ കുട്ടികളെ അച്ഛനാ. ആ ബോധം നിനക്കുണ്ടല്ലോ. അതെ, നിന്റെ ഭർത്താവിനോട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്തെങ്കിലും നക്കാപ്പിച്ച് ചെലവിന് വാങ്ങിട്ടേ വീട്ടിലിരിക്കേണ്ട പെണ്ണല്ല നീ. പൈസന്റെ കാര്യം വരുമ്പോ നല്ല ചൂടുണ്ടാവും അവന്. മോളെ, നീ അമ്മ പറയണമെന്ന് ആദ്യം ശ്രദ്ധിച്ച് കേൾക്ക്. ഈ പൈസന്റെ കാര്യം വരുമ്പോഴേ എല്ലാവർക്കും ഒന്ന് പേടിയുണ്ടാവും. ചില പെണ്ണുങ്ങൾ ബന്ധം വേർപെടുത്തി വീട്ടിലിരുന്ന് കഴിഞ്ഞ് 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെയാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുന്നത്, അവൾക്കും മക്കൾക്കും ചെലവിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും അത്രയൊന്നും വേണ്ട. ഒരു മാസം 10 ലക്ഷം വെച്ച് തരണം പറയാ. എന്ത് പറയാൻ നോക്കാലോ? എന്ത് പറയാൻ? എന്റെ കയ്യിലുള്ള ഫോൺ അങ്ങ് വാങ്ങി വെച്ചില്ലേ. അതുപോലെ ഡിവോഴ്സ് ചെയ്തിട്ട് നീ വീട്ടിൽ പോയിരുന്നോ എന്ന് പറയും. അത്രേ പറയും. അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിലേ നീ ധൈര്യമായിട്ട് ഇറങ്ങി വാടി അങ്ങോട്ട്. എന്തിനാ പേടിക്കുന്നത്? നിന്റെ അച്ഛനും അമ്മയില്ല, നിന്നെ പൊന്നു പോലെ നോക്കേ. പിന്നെ മാസം ആവും 10 ലക്ഷം വെച്ച് അയച്ചു തരില്ലേ? അപ്പൊ 10 ലക്ഷം അയച്ചു തന്നു കഴിഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷം ഉറുപ്പിക നമുക്ക് ഒരു മാസം ചെലവാകും. ബാക്കി 8 ലക്ഷം വെച്ചിട്ട് ഓരോ മാസം നിന്റെ ബാങ്കിൽ കിടക്കുക. അപ്പൊ ഒരു വർഷത്തിൽ നീ കൂട്ടി നോക്ക്, 1 കോടി ഉറുപ്പിക കഴിഞ്ഞു. പിന്നെ കുട്ടിക്ക് ഒരു 18 വയസ്സ്, നിന്റെ നമ്മുടെ കുഞ്ഞിന് 2 വയസ്സിലായിട്ട് ചെറുതിന്. അപ്പൊ അതിന് 18 വയസ്സിൽ അയച്ചു തരുമ്പോഴേക്കോ എത്രയായി പൈസ? അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? കുറെ പൈസയും വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നാ മതിയോ? അവരച്ഛൻ കൂടെ ഇല്ലെങ്കിൽ മക്കൾക്ക് വിഷമാവില്ലേ? അച്ഛന്റെ സ്ഥാനത്ത് അച്ഛൻ തന്നെ വേണ്ടേ? എന്തിനച്ഛൻ? ഇപ്പൊ കുട്ടികൾക്ക് സ്കൂൾ എന്തെങ്കിലും ചേർത്ത് കടലാസയിൽ ഒപ്പിടണമെങ്കിലല്ലേ? അതിപ്പോ ആണെങ്കിൽ അമേരിക്കയിൽ പോയിരിക്കണോ, ഗൾഫിൽ പോയിരിക്കുന്നു, അവരൊക്കെ മാസം ഇങ്ങനെ എന്തിലൊക്കെ ഒപ്പിടാൻ വേണ്ടി വരികയാണ്. ഇല്ലല്ലോ. നീ പറയ് എവിടെ ഇല്ല, ദുബായിലാണെന്നോ അമേരിക്കയിലാണെന്നോ പറയും. എന്നിട്ട് നീ തന്നെ ഒരു ഒപ്പിട്ട് കൊടുക്ക്. പൈസന്റെ മീതെ മോളെ പരുന്തും പറക്കില്ലാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? മാസം പൈസ ഇഷ്ടം പോലെ വരുമ്പോഴേ നീ അവനെ അങ്ങ് തനിയെ അങ്ങ് മറന്നോളും. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ വന്ന് അവിടെ മിണ്ടാതിരിക്കാനാ? അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഏട്ടന് ഇത് മാത്രമൊന്നും അല്ല, ഇഷ്ടംപോലെ സ്ഥലവും പറമ്പും ഒക്കെ ഉണ്ട്. പിന്നെ അവരെ തറവാട് തന്നെ മുഴുവൻ ഭാഗമൊന്നും കിട്ടിയിട്ടില്ല, ഇനിയുണ്ട് എവിടെയൊക്കെയോ സ്ഥലങ്ങൾ. അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ചെറിയൊരു സ്ഥലം വിൽക്കാൻ പോകുന്നത്. ബാക്കിയുള്ളതിന്റെ കണക്കൊന്നും എനിക്കൊന്നും അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും. നിന്റെ അടുത്ത് തിരക്കിട്ട് വരാൻ ഞാൻ പറയുന്നില്ല മോളെ. നീ ഇവിടെ കുറച്ച് നിക്ക്, അവന്റെ സ്വഭാവമൊക്കെ എങ്ങനെ പോകുന്നത് നോക്ക്. മാറ്റം ഇല്ലെങ്കിൽ നീ അങ്ങ് വന്ന. പിന്നെ സ്ഥലത്തിന്റെ കാര്യം, അതെങ്ങനെയാ അവൻ തോന്നിയ പോലെ വെക്കുന്നത്? അതിന്റെ അവകാശികളെ നിന്റെ രണ്ടെണ്ണം ഇരിക്കുന്നത്. പിന്നെ ഈ പഴയ പോലെ പൈസയും കാര്യങ്ങളും നിന്റെ അടുത്ത് തരുന്നില്ലെങ്കിൽ ആ സ്ഥലം അവനോട് തൊടാൻ സമ്മതിക്കരുത്. നീ അധികം തല പോകാൻ ചിന്തിക്കൊന്നും വേണ്ട. ഇപ്പൊ നിന്റെ അച്ഛന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും മോളെ. എന്തുപകാരം അങ്ങനെ കൊണ്ടുള്ളത്? ഒരു ഉപകാരവും ഇല്ല. മര്യാദക്കൊരു ജോലിയും പൈസയൊക്കെ ഉള്ളതാണെങ്കിലേ ഞാൻ എന്നോ ബന്ധം വേർപെടുത്തി എന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. ഇത് എന്ത് ബന്ധം വേർത്ത് എന്ത് ചെയ്യാനാ? ഞാൻ അങ്ങോട്ട് തിരഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെയായിരിക്കും. അത് കാരണമല്ല ഇപ്പൊ എന്നെ കൂട്ടി വലിച്ച് അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഭർത്താക്കന്മാർക്ക് അത്രയും വലിയ സംഭവങ്ങളാണെങ്കിലേ ഈ പെൺപിള്ളേരൊക്കെ എന്തിനാ 1ഉം 2ഉം മക്കളും വെച്ചിട്ട് പിന്നെ കാമുകന്മാരുടെ പോകുന്നത്? ഇത് അതുപോലെയൊന്നും അല്ലാലോ മോളെ. ഇപ്പൊ പൈസ തരുന്നില്ല, അപ്പൊ നമ്മളെ ബന്ധവും ഉപേക്ഷിക്കുന്നു. ഇതിനൊരു അന്തസ്സുണ്ട്. അങ്ങനെയാണെങ്കിലേ ഞാൻ ആ ഡോക്യുമെന്റ്സിന്റെ കോപ്പിക്ക് ഇപ്പോൾ വാട്സപ്പ് ചെയ്ത് തരാം. ഇല്ലില്ല, പെട്ടെന്ന് ചെയ്യാം. ശരി. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പേപ്പേഴ്സൊക്കെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. നീ ഒന്ന് എടുത്തിട്ട് വന്നു. സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സോ? അതിനിപ്പോ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ്? സ്ഥലം വിൽക്കണ്ടേ? എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. സ്ഥലം വിൽക്കുന്ന കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിള്ളേർക്കും കൂടി അവകാശപ്പെട്ടത്. ഒറ്റയ്ക്ക് അങ്ങ് വിറ്റിട്ടുണ്ടെങ്കിലേ നാളെ പിള്ളേർ ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല പറയാൻ. പിള്ളേര് വെച്ച് എന്ത് പറയുന്നു?
എടി നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടോണ്ടേ? അതിനുള്ള ആകെ വഴിയാണ് ആ സ്ഥലം വിൽക്കല്. അങ്ങോട്ട് വിറ്റില്ലെങ്കിൽ മൊത്തം പൂട്ടിക്കെട്ടി ഇങ്ങനെ വീട്ടിലിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വേറെ വല്ല വഴിയും കണ്ടെത്ത്. ആരോടെങ്കിലും പൈസ കടം വാങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ തറവാട്ടിലുണ്ടല്ലോ നിങ്ങൾക്ക് ആൾക്കാരും ബന്ധുക്കളൊക്കെ, ആരോടെങ്കിലും ചെയ്തു തരാൻ പറയും. ഇത് വിൽക്കാൻ പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട. നീ ആ സ്ഥലം എന്നോട് വിൽക്കണ്ടെന്ന് പറയാനേ, ആ സ്ഥലം നീയാണോ വാങ്ങിട്ടത്? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാ വാങ്ങിയത്. അത് വിൽക്കണോ വേണ്ടെന്നേ ഞാൻ തീരുമാനിച്ചോളും, അല്ലാണ്ട് നീ തീരുമാനിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് തീരുമാനിക്കണ്ട, നീ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞാലേ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യ. ആ സ്ഥലം വാങ്ങി നിങ്ങളൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ എനിക്കും മക്കൾക്കും അതിൽ തുല്യ അവകാശമുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി വിറ്റിട്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷോപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയൊന്നുമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്ത്. ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കൂടി ആവശ്യമുള്ള സംഭവമാണ് അത്. ഇപ്പൊ നിങ്ങൾ 2-3 ലക്ഷത്തിന് വിൽക്കും, പിന്നീട് 10-15 ലക്ഷമൊക്കെ ആവും പിള്ളേർ വലുതാകുമ്പോ. അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ കല്യാണത്തിന്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾക്കോ അത് ഉപയോഗിക്കാലോ. അല്ലാതെ നിങ്ങൾ തോന്നുന്ന പോലെ ഇനി ഈ ഷോപ്പ് പറ്റില്ല, ഇവിടെ കച്ചവടം കിട്ടില്ല, വേറെ ഷോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് സ്ഥലം വിൽക്കുക ചെയ്യാ. ഈ സ്ഥലം വെക്കുന്നതും കട തുടങ്ങുന്നതൊക്കെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിന്റെയും കുഞ്ഞുങ്ങളുടെയും എല്ലാവരും കാര്യം നോക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ടെ അതിന്റെ പ്രോഫിറ്റ് എന്റെ വീട്ടിലേക്കല്ല ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. നീയല്ലേ ഓരോ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞിട്ട് കുറെ പൈസ എടുത്തോണ്ട് പോയത്? അതെങ്ങോട്ട് കൊണ്ടുപോയത്? നിന്റെ വീട്ടിൽ ഓരോ കാര്യത്തിന്. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ചെന്നിട്ടേ കുറച്ച് പൈസ എടുത്തോണ്ട് വാ. എന്നാ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ നിൽക്കുന്നില്ല. എന്റെ വീട്ടിലേക്ക് ഞാൻ കോടികളല്ലേ കൊടുത്തു വെച്ചിരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോഴത്തേക്കും പോയി എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട്. അതെ, കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്റെ പാരന്റ്സ് അല്ലാതെ ആവുന്നില്ല. അവരോട് എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അത് ഞാൻ ചെയ്തേ ഉള്ളൂ. ഇവിടെ കുട്ടികളെയും നിങ്ങളെയും പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി ഇരുന്നത് കൊണ്ട് മാത്രല്ലേ എനിക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാണ്ടായത്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചതിന്റെ ഇരട്ടി പൈസ ഞാൻ കൊണ്ടുവന്നേനെ. പിന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ കൈനീട്ടേണ്ടി വരില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് എന്തിനേതിനും നിങ്ങൾക്ക് ഞാൻ കണക്ക് തരണം. അതിന് നിന്നോട് ആര് പറഞ്ഞു കുട്ടികളെയും വീട്ടിലെ കാര്യങ്ങളും മാത്രം നോക്കിയിട്ട് വീട്ടിലിരിക്കാൻ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ജോലിക്ക് പോയിക്കോ പറ്റുകയാണെങ്കിൽ. അപ്പൊ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ജോലിക്ക് പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിടുന്നത്. എന്നിട്ട് ഇപ്പൊ നീ എന്താ പറയുന്നത്? നീ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ട് വരുന്നത്. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, നീ ജോലിക്ക് പോയിക്കോ. എന്നിട്ട് ഞാൻ വാങ്ങിയിട്ടതുപോലെ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് വിൽക്കാൻ നേരത്ത് നീ പറയുന്നത് ഞാൻ കേൾക്കാം. എനിക്കറിയാം നിങ്ങൾ ഇതേ പറയലെന്ന്. അവസാനം നമ്മൾ ചെയ്ത ത്യാഗങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരു വില എവിടെയില്ല. അതെ, ഈ ഭർത്താക്കന്മാര് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ സഹിച്ചിട്ട് അവര് തരുന്ന 5-10 കൈനീടി വാങ്ങുന്ന ഭാര്യമാരുടെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് കാണാനാ ഈ നീതി നിയമമൊക്കെ ഇവിടെ ഉള്ളത്? ഒന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരും നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ. പിന്നെ ഞാൻ പറയാണ്ട് എന്റെ അനുവാദം ഇല്ലാതെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് അറിയോ? കേസ് കൊടുക്കാനോ? അപ്പൊ ഇങ്ങനൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നില്ലേ മനസ്സിൽ? അപ്പൊ നീ കേസും കൊടുത്തിട്ട് എന്റെ പേരിലുള്ള സ്ഥലം കൂടെ വാങ്ങിയെടുക്കാനുള്ള പരിപാടിയാ? നിങ്ങളുടെ സ്ഥലം എന്ന് മാത്രല്ല, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്വത്തിന്റെയും അവകാശേ ഇനി ഞാനും പിള്ളേരും. അത് നിങ്ങൾക്ക് ബോധ്യമായില്ലെങ്കിൽ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഹലോ അമ്മേ, ഇത് ഞാനാ. ഏട്ടൻ കുളിക്കാൻ കയറിയപ്പം ഏട്ടൻ്റെ ഫോൺ എടുത്ത് വിളിക്കുന്നതാ. ആ പിന്നെ ആ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ചെറിയ കശി വിഷയമൊക്കെ ഉണ്ടായി. അതിനിടയ്ക്ക് ഡിവോഴ്സിന്റെ കാര്യം എൻ്റെ നാവ് അറിയാണ്ട് വന്നുപോയി. എനിക്കറിയില്ല അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ല. ഏട്ടനും എന്നോട് സംസാരിക്കുന്നില്ല, ഞാനും അങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. ആ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് വരണോ അതോ അമ്മ വരുമോ ഇങ്ങോട്ടേക്ക് എന്നെ കൂട്ടാൻ? എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഡിവോഴ്സ് ഒന്നും എൻ്റെ മനസ്സ് പോലും ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് അത് എങ്ങനെയൊന്ന് വന്നു പോയതാ. എനിക്ക് ആകെ പേടിയാകുന്നു. അമ്മ വരിക? എന്നാ പിന്നെ ഇന്ന് വരണ്ട. ഇന്ന് വന്നാല് ഞാൻ വിളിച്ചിട്ട് വന്നാന്നൊക്കെ പറയും. ഒരു കാര്യം ചെയ്യും, അമ്മ നാളെ വരാൻ നോക്ക്. ആ ശരി. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കാന്ന് പറഞ്ഞിട്ട് വെച്ചതാ. ഇന്നിപ്പോൾ അവിടെ സ്ഥിരതാമസം ആക്കേണ്ടി വരുന്നു. ആയിക്കോട്ടെ, നമ്മ വാ. എന്നാ കപ്പ്. ഇതിപ്പോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്ന പോലെ ആയല്ലോ. ഇപ്പൊ ജോലി കഴിഞ്ഞോട്ട് സമയം എത്രയായി? ഇത്ര നേരം എന്താ പുറത്തിറങ്ങാത്തത്? അമ്മയായിട്ട് ഇപ്പൊ വന്നല്ലോ, ഒന്ന് ഫ്രഷ് ആകാൻ സമയം കൊടുക്കണ്ടേ? അതെ, പ്രശ്നം സോൾവ് ചെയ്യാനാണ് അമ്മ വന്നിരിക്കുന്നത്, അല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകാൻ നിൽക്കല്ലേ.
നീ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പൊ തന്നെ പോകാം. സംസാരിച്ചാലേ പ്രശ്നമുള്ളൂ. അവൻ തരുന്ന 5000 10,000 വാങ്ങി അവിടെ വെച്ചോ. ഫോണും വാങ്ങി വെച്ചില്ലേ, ഞാൻ അവന്റെ അടിമയായിട്ട് ഇവിടെ ഇരുന്നോ. അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിയാണോ ഈ പ്രശ്നങ്ങൾ ഇതുവരെ കൊണ്ട് എത്തിച്ചത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എങ്ങനെയാണോ പണ്ട് ഈ വീട് ഭരിച്ചുകൊണ്ടിരുന്നത് അതേ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തണം. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് ആക്കരുത്, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിലും നഷ്ടം നമുക്ക് തന്നെയാണ്. എപ്പോഴെങ്കിലും കിട്ടുന്ന കുറച്ച് പൈസ പോരാ. ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഇനിയും വരാനില്ലേ. ഏട്ടൻ ജോലി ചെയ്യില്ലേ? അപ്പൊ അതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കും? എടി, നിന്നെക്കാളും കൂടുതൽ ആ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ മയത്തിലൊന്ന് പറഞ്ഞു നോക്കും, മരുമോനെ എന്നൊക്കെ വിളിച്ചിട്ട്. അതവൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ തനി സ്വഭാവം എന്റെ അറിയാം. അമ്മ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ വീട്ടിലെ അച്ഛനോട് ഒച്ചിടുന്ന പോലെ ഇവിടെ ഒന്ന് ഒച്ചിടാൻ നിൽക്കരുത്. ചുറ്റുപാട് ആൾക്കാരുള്ളതാണ്. ഇരുചെവി അറിയാണ്ട് കാര്യങ്ങളൊക്കെ നടക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അമ്മ എന്താ വെറുതെ വന്നാ? ഞാൻ എന്തിനു വെറുതെ വരണം? എന്റെ മോളും കുട്ടികളും ഇവിടെയല്ലേ, ഞാൻ അവരിനെയും കാണാൻ വന്നു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? ഇവിടെ എന്തോ ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ലേ? അവളുടെ അടുത്ത് ഫോൺ വാങ്ങി വെച്ചാലേ ഞങ്ങൾ ഒരു കാര്യങ്ങളും അറിയില്ല വിചാരിച്ചു അല്ലേ? അമ്മേ, ആ മരുമോനെ, അമ്മ ഇവിടെ വന്നതേ എന്റെ മോളെ കുറച്ച് വിഷമങ്ങൾ മോനോട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനായിട്ട് അവർക്ക് ഒരു വിഷമം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന വിഷമങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഉണ്ടാക്കുന്ന വിഷമങ്ങളെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യും. ഞങ്ങളായിട്ട് ഉണ്ടാക്കിയ വിഷമോ? എന്റെ മോളെ ഇവിടെ ഒരു അടിമയായിട്ട് തന്നതല്ല. അവള് ജോലിക്ക് പോയിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കുന്ന കുട്ടിയാ. അവൾക്ക് ജോലിക്ക് പോകാനും വഴിയില്ല. അവളുടെ കയ്യിൽ 10 പൈസയും കൊടുക്കുന്നില്ല. ഈ 2 മക്കളെയും നോക്കണമെങ്കിലേ ഒരു ജോലിക്കാരോട് ശമ്പളം എത്ര കൊടുക്കണം? ആ ശമ്പളത്തിൽ പാതി പോയി എന്റെ മോൾക്ക് കൊടുക്കുന്നുണ്ടോ ചെലവിന്? അത് എന്തുകൊണ്ടാ കൊടുക്കാണ്ടായിരുന്നേ? അമ്മ മോളോട് ചോദിച്ചുകൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന പൈസ അവളായി കൊടുക്കും, ഈ കുടുംബം നന്നായിട്ട് നോക്കുന്നുള്ള വിശ്വാസത്തില്. പക്ഷെ പിന്നല്ലേ മനസ്സിലായത് പൈസ മുഴുവൻ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നോണ്ടിരിക്കുകയാണ്. അതും പോരാണ്ട് വേറെ കുറെ ദൂർത്തും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എത്ര കുടുംബം നോക്കും? നിങ്ങൾ കുടുംബം നോക്കൂ, അത് എന്റെ കുടുംബം നോക്കൂ, അതോ ഇവിടെ അനിയത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് തരണോ? എന്നാ ഒരു കാര്യം ചെയ്യണം നല്ലത്. മോനൊരു കാര്യം ചെയ്യും, മക്കളെ 2 നോക്കിയിട്ട് ഇവിടെ ഇരുന്നാ മതി. ജോലി വേണ്ട വെക്കി. എന്റെ മോൾ ജോലിക്ക് വെക്കോട്ടെ. അവളെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന കുട്ടിയാ. അപ്പൊ അവള് അച്ഛനും അമ്മനെയും നോക്കും, അവളുടെ അനിയത്തിനെയും നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ചെലവിനും തരും, പോരെ? അല്ലേ മോളെ? എന്നാ അതല്ലേ നല്ലത്. ആ, എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞ പോലെ നീ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നിന്റെ അച്ഛൻ്റെയും അമ്മേന്റെയും അനിയത്തിന്റെ പഠിപ്പും എല്ലാം നോക്ക്. ഞാനും കൂടെ ഒന്ന് കാണട്ടെ. പക്ഷെ നീ പണിയെടുത്തിട്ടേ എനിക്ക് ചെലവിനാറണ്ട, അത് എനിക്കറിയണ്ടാക്കാൻ. ഓഹോ, അപ്പൊ കാര്യങ്ങൾ നേരെ ചൊവ്വേ പോകേണ്ട തീരുമാനമില്ല അല്ലേ? ഇവളെന്നോടേ അമ്മയെ കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. അത് കാരണം ഞാൻ ഇത്രയും ഡീസൻ്റ് ഇത്ര നേരം സംസാരിച്ചത്. മരുമോൻ പറഞ്ഞ പോലെ എന്റെ മോൾ അവിടെ വന്ന് നിന്നോട്ടെ, പക്ഷെ അവള് മാത്രമല്ല മക്കളും അവളുടെ കൂടെ ഉണ്ടാകും. കോടതി അങ്ങനെയാ പറയൂ, കുട്ടികൾ എപ്പോഴും അമ്മന്റെ ഒപ്പം നിൽക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇവള് വന്ന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ ഒരു വക്കീൽ നോട്ടീസ് ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് വിടും. അത് നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കിയിട്ടേ അതിൽ പറഞ്ഞ പോലെ 10 ലക്ഷം 10 ലക്ഷം എല്ലാ മാസവും അവളുടെ പേർക്ക് അയച്ചു വിടണം. ഞങ്ങളുടെ മണിമേഖല തറവാടിനെ കുറിച്ചിട്ടേ മരുമോൻ ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒരാളുടെ പണിയെടുത്തുന്ന ശീലമില്ല ഇതുവരെ. ഇവൾ ഒരു പണിക്കും പോകാണ്ട് എന്നെയും നോക്കും, ഇവളുടെ അച്ഛനെയും നോക്കും, അവളുടെ അനിയത്തിനെയും പഠിപ്പിക്കും. മരുമോന് കാണണോ? ആ, എനിക്ക് കാണണം. ഇനിയിപ്പോ നീയായിട്ടേ നിന്റെ ആ മണിമേഖല തറവാടിന്റെ പാരമ്പര്യം കളയാൻ നിൽക്കണ്ട. ഞാനൊന്ന് കാണട്ടെ. പണിയെടുക്കാണ്ട് നീ അച്ഛനെയും അമ്മേനെയും പിന്നെ നിന്റെ അനിയത്തിനെ പഠിപ്പിക്കുന്നത് ഒന്ന് കാണിച്ചു. പക്ഷെ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടില്ല. ഈ കോടതി എന്ന് പറയുന്നതേ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ലല്ലോ, ഞങ്ങൾ ആണുങ്ങൾക്കും കൂടെ ഉള്ളതാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് ശരിയെന്ന് പറയും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടേ അമ്മയും മോളും എൻ്റെ മക്കളെ വെച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി കളിക്കുന്ന നാടകം ഉണ്ടല്ലോ, അത് എവിടെ വേണമെങ്കിലും എനിക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ നീ നിന്റെ വീട്ടുകാരും, എൻ്റെ കോമ്പൻസേഷൻ ഒരുപാട് എമൗണ്ട് ഇങ്ങോട്ട് തരേണ്ടി വരും. അയ്യോ ഏട്ടാ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് മനസ്സിലാക്കി തരണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഡിവോഴ്സ് ഒന്നും വേണ്ട, അതൊക്കെ അമ്മ എന്തൊക്കെയോ പറയുന്നതാ.
ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നിന്റെ എന്ത് പ്രശ്നങ്ങള്? നീ എന്നോട് ഇത്രയും വൃത്തികേടും കാണിച്ചിട്ട് മാസം മാസം നിന്റെ ചെലവിന് പൈസ തരാന്ന് പറഞ്ഞാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നിട്ട് നിനക്ക് കുട്ടികളെയും കൊണ്ട് പോണല്ലേ? അതും കഴിഞ്ഞ് ഈ കുട്ടികളെ പേരും വെച്ചിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിന്നെയും പൈസ കുറെ അങ്ങോട്ട് വാങ്ങിയെടുക്കണം അല്ലേ? ഇതല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ നിനക്ക് ഭർത്താവിനല്ല വേണ്ടത്, ഭർത്താവിന്റെ പൈസയല്ലേ? ഒരു കാര്യം ചെയ്തോ, അമ്മയും മോളും കൂടെ ഇപ്പൊ തന്നെ തിരിച്ചങ്ങോട്ട് വിട്ടോ. നിങ്ങളുടെ മണിമേഖല തറവാടിന് പറ്റിയ മരുമോനല്ല ഞാൻ. ഞാനതിന് എങ്ങോട്ട് പോകുന്നില്ല ഏട്ടാ. ഞാനല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എല്ലാ പ്രശ്നത്തിനും തുടക്കം അമ്മേന്റെ അടുത്ത് നിന്നാ. അമ്മയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഞാനോ? ഇപ്പൊ എന്താ എന്റെ തലയ്ക്ക് വന്നോ? മരുമോനെ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവളാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നത്. ഇവളുടെ അച്ഛന്റെ അതേ സ്വഭാവം ഇവൾക്ക്, ഇവളുടെ തറവാട്ടിലെ സ്വഭാവം. ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ലേ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും പൈസ അങ്ങോട്ട് എടുത്ത്. എന്റെ കാര്യത്തിന് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ട് പോലില്ല. അത് മക്കളുടെ കടമയാ, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് കുറെ അങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ അടുത്ത് പഠിച്ച് കൊണ്ടുവന്നില്ല, ഇവളുടെ അച്ഛനാ പറഞ്ഞത്, ഞാനല്ല. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛന് ബിസിനസ് ചെയ്യാൻ അറിയായിരുന്നു. ഒന്നും അറിയാത്ത അച്ഛനെ കൊണ്ട് ബിസിനസ് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ പൈസ മുഴുവൻ കാണുന്നത് അമ്മയല്ലേ. ഓ, ഇപ്പൊ മുഴുവൻ എന്റെ തലക്കായി. മരുമോനെ, എന്റെ മരുമോൻ വലിയ പൈസക്കാരനാണെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ മരുമോൻ വലിയ പൈസക്കാരനല്ലേ, സുധാകരൻ ഇവിടെ വെറുതെ വീട്ടിലിരിക്കല്ലേ, എന്തെങ്കിലും ഒരു ബിസിനസ് മൂപ്പറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇവളെ കൊണ്ട് സൂചിപ്പിച്ചത്. ഇവള് കിട്ടുന്ന പൈസ മുഴുവൻ കണ്ടിട്ട് അവിടെ വരുന്നത് എനിക്കറിയോ. അങ്ങനെ അവളുടെ അച്ഛൻ കുറെ ബിസിനസ് ചെയ്തു, അതിലൊക്കെ പൊളിഞ്ഞു പോയി. അത് ശരി തന്നെയാണ്. അത് ശരി, കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം എന്നെ കള്ളിയാക്കിയില്ലേ? നീ കള്ളിയാണടി, കള്ളിയാണ്. എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ തരികയാണെങ്കിൽ നിന്നെ കെട്ടിച്ചു വിട്ട പെണ്ണാണ്, ഇവിടുന്ന് കട്ടിട്ട് വരാനില്ല പറഞ്ഞത്. ഭർത്താവിനോട് ചോദിച്ചു അവന്റെ സമ്മതത്തോടു കൂടി വേണം വീട്ടിൽ കൊണ്ട് തരണമെങ്കിൽ. അല്ലാണ്ട് ഭർത്താവിനെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും വന്നു കഴിഞ്ഞാലേ നമ്മൾ നന്നാവില്ല. അമ്മ എന്തെങ്ങനെ കാല് മാറുന്നത്? കാല് മാറിയിട്ടില്ല മരുമോനെ, ഇത് ശരി തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഇവിടുന്ന് പറ്റിച്ച് വെച്ച് കൊണ്ടുവന്നത്. അതെ, നിങ്ങളുടെ വീട്ടിലെടുക്കുന്ന കച്ചറ സ്വഭാവേ എന്റെ വീട്ടിലെടുക്കാൻ നിൽക്കരുത്. എനിക്കിവിടെ അത്യാവശ്യം നിലയും വിലയൊക്കെയുള്ളതാ. നാട്ടുകാരെണ്ണി നാണക്കേടാ എനിക്ക്. ഒന്ന് നിർത്തുമോ നിങ്ങള്? അയ്യോ മോനെ, മണിമേഖല തറവാടേ എന്റെ തറവാടല്ല, ഇവളുടെ അച്ഛന്റെ തറവാടാ. ആ സ്വഭാവം അങ്ങനെ തന്നെ ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താലേ അവരുടെ കുടുംബ ജീവിതത്തിൽ അച്ഛനും അമ്മയും ഇടപെടരുത്. മക്കളെ സന്തോഷത്തോടെ ജീവിച്ചോളെ. അമ്മ അങ്ങ് പോയിക്കോട്ടെ കേട്ടാ. എപ്പോഴും ഒഴിവ് കിട്ടുമ്പോൾ രണ്ടാളും കൂടി ഒന്ന് അങ്ങോട്ട് വരും മക്കളെ. അമ്മ വന്ന വഴിക്ക് പൊടി നട്ടി അങ്ങോട്ട് പോയി, നിനക്ക് പോണ്ടേ? വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് വേണ്ടാത്ത കുറെ ചിന്തകൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്തോ, നാളെ മുതൽ നീയും ജോലിക്ക് പോയി തുടങ്ങിക്കോ. പിന്നെ മക്കളാരില്ലേ, അത് നമുക്ക് രണ്ടുപേരും കൂടെ നോക്കാം.